ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? ഞാനിന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി മസാലേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂണ് കറുകപ്പട്ട, പിന്നെ ഒരു 1.5 സ്പൂണ് ചെറിയ ജീരകം, 1.5 സ്പൂണ് പിന്നെ ഏലക്കായും, പിന്നെ 2 സ്പൂണ് കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളെ കറുത്തൊരു ഏലക്കായ ഉണ്ട് വലുത്, അതിൽ നിന്ന് ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ട ഒരു 3/4 സ്പൂൺ മതി കേട്ടോ. ഈ 2 സ്പൂൺ മല്ലിക്ക് ഒരു 3/4 സ്പൂണ് കറുകപ്പട്ട മതി. പിന്നെ നമ്മൾ ഉണക്കനാരങ്ങ ഉണ്ടല്ലോ, അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും ഒരെണ്ണം എടുക്കണം കേട്ടോ. ഇപ്പം ഞാനീ പറഞ്ഞിട്ടുള്ളത് 2 സ്പൂണ് മല്ലിക്കുള്ള ചേരുവകളാണ് കേട്ടോ. പിന്നെ അതിൽ 3 സ്പൂൺ മല്ലി 4 സ്പൂൺ മല്ലിയൊക്കെ ഇടുമ്പോൾ നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ അതിലും കൂടുതലും എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലതുപോലെ നമ്മൾ പാനൊക്കെ ചൂടാക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ അതിൻ്റെ സ്മെല്ല് മാറും, ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക കേട്ടോ. നമ്മളിത് വറുക്കാൻ ചട്ടിക്ക് ഇടുമ്പോൾ ഈ നാരങ്ങ ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വറവായി വരുമ്പോൾ അതും കൂടെ വറവായി വരും കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായാൽ മതി. കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റ് മന്തി മസാല, അറബിക് മസാലയൊക്കെ വാങ്ങണതിന് പകരമായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാനിൽ തന്നെ ചെറിയ തീയാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ അതിൽ ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് വേണം ഇതൊന്ന് വറന്ന് കിട്ടാൻ കേട്ടോ, വറവായി കിട്ടാൻ. അപ്പോൾ തീ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഇതൊന്ന് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. തീ ഓഫ് ചെയ്താലും കണ്ടോ ഇതിലിങ്ങനെ നല്ലതുപോലെ ചൂടുണ്ടാവും, മഞ്ഞൾപ്പൊടിയൊക്കെ വറന്ന് കിട്ടാനുള്ള ചൂടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്കായും പട്ടയും കറാമ്പൂവും അതൊക്കെ ഞാനൊന്ന് ചൂടാറാൻ വെച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിക്ക് അതിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ച് എടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് പൊടിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലേ ഇതിന് വേറെ ഒരു കളർ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇരുണ്ട കളറായിരിക്കും കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ അടുപ്പൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അടിപൊളിയായിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും, കാരണം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സംഭവങ്ങളാണല്ലോ. കണ്ടോ ഇത് നല്ലതുപോലെ ഇത് തുറക്കുമ്പോഴത്തേന് എന്തൊരു സ്മെല്ലാണ് അറിയോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിക്ക് ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലായിടത്തേക്കും എത്തേണ്ട രൂപത്തിലാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കറക്കിയെടുക്കുക. അത് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ കറക്കി എടുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ കണ്ടോ ആ മഞ്ഞൾപ്പൊടിയും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒറിജിനൽ കളറും കൂടെ കിട്ടിയില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ സാമ്പാർ പൊടിയും ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ സാമ്പാർ പൊടിയുടെയും ചിക്കൻ മസാലേൻ്റെയൊക്കെ റെസിപ്പികൾ പിന്നെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മന്തി മസാലേൻ്റെ എങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഹോം മെയ്ഡായിട്ട് നമുക്ക് ഒരു കെമിക്കലും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മന്തി മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.